ഇപ്പോൾ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചറോ അവരുടെ മെസ്സേജസോ ഒന്നും നമുക്ക് കാണാനോ അത് അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് ചെയ്ത് ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് നമുക്ക് എങ്ങനെ ചാറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രത്യേക അല്ലെങ്കിൽ ആ ഒരു ട്രിക്കിനെയാണ് നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഫോണിൽ നിന്ന് രണ്ടാമത്തെ ഫോണിലോട്ടുള്ള കോണ്ടാക്റ്റാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. അന്നേരം തന്നെ അതിൻ്റെ വ്യത്യാസം നമ്മുടെ മറ്റേ ഫോണിൽ കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ പോയി, അത് ഓൺലൈനിൽ നിന്നുള്ള സ്റ്റാറ്റസ് പോയി, പിന്നെ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോണിൽ ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഗ്രൂപ്പിന് പേര് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണം നമ്മളെ ബ്ലോക്ക് ചെയ്ത ആളെയും കൂടി ഈ ഗ്രൂപ്പിലോട്ടൊന്ന് ആഡ് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത ആ പുള്ളിക്കാരനെയും കൂടി അല്ലെങ്കിൽ പുള്ളിക്കാരിയോ നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആക്കണം. ഇപ്പം നമ്മൾ അഡ്മിൻ ആക്കിയ ആൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത ആളെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൻ്റെ ഇൻഫോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ബ്ലോക്ക് ചെയ്ത ആ ആളും കൂടി ഇതിനകത്തുള്ളതായിട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തല്ലോ, നമ്മളൊരു ഗ്രൂപ്പ് അഡ്മിനെ വെച്ചായിരുന്നല്ലോ. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒന്നെങ്കിൽ ലെഫ്റ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ രണ്ടുപേരെ കാണത്തുള്ളൂ. അതിനകത്ത് എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. പക്ഷേ നമുക്ക് പ്രൊഫൈൽ പിക്ചറോ സ്റ്റാറ്റസോ ഒന്നും കാണാൻ പറ്റത്തില്ല, മെസ്സേജ് മാത്രം അയക്കാം. ഇനി നമുക്കൊരു മെസ്സേജ് അയച്ചു നോക്കാം അങ്ങോട്ട്. ഇപ്പോൾ നമുക്ക് മെസ്സേജ് റിസീവ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇപ്പുറത്തെ ഫോണിൽ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ബ്ലോക്ക് ചെയ്ത ആൾക്ക് തന്നെയാണ് മെസ്സേജ് എന്നതെന്നുള്ളത്. ഇതാണ്ട് കണ്ടില്ലേ, അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.